Alhamdulillahi Rabbil Alamin. Assalamu alaikum. Alhamdulillah. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. റമദാനിന്റെ പുണ്യരാവുകളെ വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ അവസാന വേളയിൽ നമ്മുടെ വീടുകളിൽ കുട്ടികൾ വൈകാരികമായി സുരക്ഷിതരാണോ എന്നൊരു വിഷയത്തെക്കുറിച്ച് എന്നോടെന്നതുപോലെ ഞാൻ നിങ്ങളോടും അല്പം സംസാരിക്കുകയാണ്. നമ്മൾ എത്ര വലിയ സ്കൂളുകളിൽ കുട്ടികൾ പഠിപ്പിക്കാൻ വിട്ടാലും, എത്ര പുസ്തകങ്ങൾ വായിച്ചാലും, എന്തെല്ലാം അറിവുകൾ നമുക്കുണ്ടെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് പേരന്റിൽ നിന്ന് ലേൺ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് പേരന്റ് ആണ് അവരുടെ കാര്യങ്ങൾ പഠിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത്. പേരന്റിന്റെ ക്വാളിറ്റിയും കുട്ടികളുടെ ജീവിതത്തിന്റെ ഡെവലപ്മെന്റും തമ്മിൽ ഭയങ്കര കണക്റ്റ് ഉണ്ട്. പേരന്റിന്റെ നിലവാരം ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ചില ഏരിയകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പേരന്റിങ് എന്ന് പറയുമ്പോൾ അത് വളരെ അലസമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിന് കുറെ ത്യാഗവും പെയിനും നമ്മൾ സഹിക്കേണ്ടതുണ്ട്. പേരന്റിങ് എന്ന് പറയുന്നത് തന്നെ ഒരു കൺവീനിയൻസ് അല്ല, മറിച്ച് അതൊരു കൺവെൻഷനാണ് എന്ന ബോധ്യമാണ് നമുക്ക് എല്ലാവർക്കും ആദ്യം ഉണ്ടാവേണ്ടത്. നമുക്ക് എളുപ്പമുള്ളതുപോലെ അല്ലെങ്കിൽ സൗകര്യമുള്ളതുപോലെ കുട്ടികളെ വളർത്തുക എന്നത് തികച്ചും അതൊരു തെറ്റാണ്. അത് ശരിയല്ല. കൃത്യമായ ഒരു ബേസിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അതിനകത്ത് കുറെ സാക്രിഫൈസ് ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ കുറെ പെയിൻ ഉണ്ട്. അതിനു വേണ്ടി നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ശക്തമായ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നു. നമുക്കൊക്കെ സുപരിചിതമായിട്ടൊരു കാര്യമാണ് ഉമ്മുൽ മദ്രസ എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് ആ ഉമ്മയുടെ മടിത്തട്ടാണ്. കുട്ടികളുടെ ലൈഫിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും ഉമ്മയുടെ സമാധാനത്തിലാണ്. ആ ഉമ്മയുടെ റിലാക്സേഷൻ ഈക്വൽ ആയിരിക്കണം. അതായത് ഉമ്മ പോസിറ്റീവ് ആയാൽ മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റുകയുള്ളൂ. അപ്പം 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ എനർജി പോസിറ്റീവ്നെസ് സ്വീകരിക്കുന്നത് ഒരു ഉമ്മയിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ഗർഭ കാലാവസ്ഥയിലൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉമ്മാക്കാണ് നല്ലൊരു കുട്ടിനെ പ്രസവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വൈകല്യങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാവും. ഇപ്പോ പ്രഗ്നൻസി ടൈമില് നന്നായിട്ട് മ്യൂസിക്കലായിട്ടുള്ള പാട്ട് കേൾക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാവും. ആ കുട്ടികൾക്ക് അതിന്റെ ആ താളവും ബോധവും ഒക്കെ ആ ഗർഭാവസ്ഥയിൽ തന്നെ അത് ഉണ്ടായിരിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇനി ഒരു ഖുർആനാണ് കൂടുതൽ ആ ഉമ്മ കേൾക്കുന്നതെങ്കിൽ ആ ഖുർആന്റെ ആ മാധുര്യം ആ കുട്ടിയിൽ ഉണ്ടാവും. പ്രസവിച്ചതിന് ശേഷം ആ കുട്ടി ഇതേ അവസ്ഥയിലുള്ള പാട്ടോ ഖുർആൻ പാരായണോ ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ ആ പിറന്നു വീണ കുഞ്ഞില് അതിന്റെ ആ ഒരു താളബോധവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഉമ്മയുടെ ഈ പോസിറ്റീവ് ആണ് മക്കളുടെ ലൈഫിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പം പിതാവിനും ഇതിലും നല്ലൊരു റോൾ ഉണ്ട്. ഒരു പിതാവിന് മക്കളെ നന്നായി വളർത്തി കാണണമെന്നുണ്ടെങ്കിൽ ആ മാതാവിനെയാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടതും പരിഗണിക്കേണ്ടതും. നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ആ കുട്ടികളുടെ കൂടെ കളിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ട്. അവരെ പോലെ അവരിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ അവരോട് കളിക്കുക, അവരുടെ കൂടെ കളിച്ച് അത്തരം ഒരു പേരന്റിങ് രീതിയാണ് നമ്മളോട് ഇസ്ലാം തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഒരു ചെടി വളർത്തുമ്പോൾ നമുക്കറിയാം വളരെ ഗൗരവത്തോടെ കൃത്യമായ ഒരു ന്യൂട്രീഷനും നല്ല അന്തരീക്ഷവും ഒക്കെ കൊടുത്താണ് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ് നമ്മളൊരു ചെടി വളർത്തുന്നത്. എന്നിരുന്നാലേ ആ ചെടിയിൽ നല്ല ഫലങ്ങൾ എക്സലന്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പൊ ഏതൊരു കുട്ടിയും ശുദ്ധ പ്രകൃതിയോട് കൂടി ഒരു ഫിത്രത്തോടു കൂടിയാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പിന്നീട് ആ കുട്ടിയുടെ എൻവിറോൺമെന്റ്, ചുറ്റുപാടുകളും അതിന്റെ പേരൻസിന്റെ സാഹചര്യങ്ങളും ടീച്ചേഴ്സിന്റെ ഇടപെടലുകളൊക്കെയാണ് ആ കുട്ടിയെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും. നമുക്കറിയാം, ഈ ഇന്ത്യൻ പേരന്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ ഒരു കുട്ടിയെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അപ്പൊ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ഈ മനസ്സിലുള്ള കുട്ടിയെ കണ്ടുകൊണ്ട് 1 to 10 സ്കെയിൽ വെച്ച് അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി അതിന്റെ A to Z കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ച് അത് കുട്ടിയിൽ ചെലുത്തുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്.
അപ്പൊ ഒരു കുട്ടി പഠിച്ചിട്ട് അത് എങ്ങനെ ആരായി മാറണമെന്നോ ആ കുട്ടിക്ക് അതിന് സ്കില്ലുണ്ടോ ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മള് സ്വപ്നം കണ്ട ആ കുട്ടിയെ നമ്മൾ ആക്കിയെടുക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയാണ് കുട്ടികളിൽ. ഇങ്ങനെയാണ് കുറെ ഡോക്ടർമാരും എഞ്ചിനീയേഴ്സും ഒക്കെ പുറത്തിറങ്ങുന്നത്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ആഗ്രഹമായിരിക്കും ഖുർആൻ മനഃപ്പാഠമാക്കിക്കുക എന്നുള്ള മക്കളിൽ അല്ലെ. അത് അവരുടെ ഇഷ്ടത്തോടു കൂടിയായിരിക്കണം നമ്മൾ അത്തരം മേഖലയിലേക്കൊക്കെ മക്കളെ കൊണ്ടുവിടേണ്ടത്. അല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നിർബന്ധം ചെലുത്തി ഒരു ഇമ്പോസ് ചെയ്തുകൊണ്ട് അങ്ങനെ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഭവിഷ്യത്തുകൾ മദ്യത്തിലും ലഹരിയിലൊക്കെ നമുക്ക് ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നത് വളരെ ദയനീയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു കോഴ്സ് എടുക്കുന്നതിൽ നമുക്ക് അഭിപ്രായപ്പെടാം രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്. എന്നിരുന്നാലും ആ കുട്ടിയുടെ സ്കില്ല് എത്രത്തോളം പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടേണ്ടത്. ഇപ്പം 10th കഴിഞ്ഞാൽ നമ്മൾ ആകെ ആഗ്രഹിക്കുക +2 സയൻസ് എടുക്കണം എന്നാണ്. അതൊക്കെ ആ കുട്ടിയുടെ പിന്നെ അവസരമാണ്. അവര് ചൂസ് ചെയ്യണം അവർ ഏതെടുക്കണം, അവർക്ക് ഏതെടുത്താലാണ് പഠിച്ച് എളുപ്പമാവുക എന്നുള്ളത്. അതിൽ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഉന്നയിക്കാം. അൾട്ടിമേറ്റ്ലി നമ്മുടെ കുട്ടി എന്താണോ അതനുസരിച്ചുള്ള ഒരു പേരന്റ് ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ ഭാവി ഭയങ്കരമാക്കാൻ വേണ്ടി വളരെ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി അവർക്ക് ചേരാത്ത പേരന്റിങ് ഒക്കെ കൊടുത്ത് അവരെ അംഗീകരിക്കാതെ അവരെ പരിഗണിക്കാതെ അവരെ തിരിച്ചറിയാതെ പോകുന്ന സംഘർഷാവസ്ഥ പല വീടുകളിലും ഇന്ന് കാണുന്നുണ്ട്. അവര് ഇന്നിനെ, അതായത് ഈ ബാല്യം എന്ന സുവർണ കാലഘട്ടത്തെ സന്തോഷമുള്ളതാക്കാതെ പിന്നെ അവിടെ സമാധാനം കെടുത്തി പിന്നെ വലിയ ഭാവിയിലേക്കുള്ള സമ്മർദ്ദങ്ങളാണ് ചെലുത്തുന്നത്. ഈ വിഷയത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ കണക്ക് തന്നെയാണ്. ബാല്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നാളെ അവര് കൗമാരത്തിലേക്കും യുവത്വത്തിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല ഭാവി ഉണ്ടാവുകയുള്ളൂ. ഒരു പക്ഷേ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനേക്ക് അവരുടെ ഇഷ്ടത്തോടു കൂടിയൊക്കെ പല കോച്ചിങ്ങുകളൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ അവരെ ഒന്ന് ഫ്രീ ആക്കാതെ കളിക്കാൻ കൂട്ടുകാരൊപ്പം വിടാതെ ട്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് കൂടുതൽ സമ്മർദ്ദം കുട്ടികളിൽ ചെലുത്തരുത്. നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന മക്കളുടെ പ്രൈമറി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നമ്മളുടേത് തന്നെയാണ്. അത് വേറെ ആളുകളുടെ തലയിൽ വെച്ച് കെട്ടിവെക്കുന്ന അവസ്ഥയൊക്കെ ഇപ്പൊ കാണാൻ സാധിക്കും. പേരൻസിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴവ് വന്നാൽ നേരെ ടീച്ചേഴ്സിന്റെ അടുത്തേക്ക് അത് മറിക്കുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചേഴ്സിന്റെ സ്വാധീനത്തെക്കാൾ കൂടുതൽ കുട്ടി സ്വാധീനിക്കുന്നത് തീർച്ചയായിട്ടും രക്ഷിതാവിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. മുമ്പ് പിന്നെ ആയിഷയുടെ ക്ലാസ്സിൽ കേട്ടതുപോലെ കുട്ടികൾ കാണിക്കുന്നതൊക്കെ ഒരു തരം റിയാക്ഷൻ ആണ്. അതായത് അവർക്ക് കിട്ടിയ ആക്ഷൻ അനുസരിച്ചാണ് ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ പറഞ്ഞത് കേൾക്കാതെയോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതെയോ ഒന്നല്ല കുട്ടി ഒരു ഭൂമിയിലേക്ക് വരുന്നത്. മറിച്ച് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ചില പിന്നെ റിയാക്ഷൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ പേരൻസിന്റെ ആക്ഷൻസ് ആണ് അവിടെ പോസിറ്റീവ് ആക്കി എടുക്കേണ്ടത്. പിന്നെ ബാല്യത്തില് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പെക്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ കുട്ടികളെ ബഹുമാനിക്കണം, കുട്ടികൾ നമ്മളെയും ബഹുമാനിക്കും. കുട്ടിയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മുന്നിൽ താന്ന് കൂന്ന് ജീവിക്കുക എന്നല്ല. ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ, കുറവുകളെ, അതിന്റെ വ്യത്യസ്തതയെ അതിനൊക്കെ അംഗീകരിക്കുക, സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് പടിപടിയായി പിന്നീട് അത് മാറ്റങ്ങൾ കണ്ടുവരിക. ഒറ്റയടിക്ക് നമുക്ക് ഒരു കുട്ടിയെ നേരാക്കാൻ കഴിയില്ല. ചില കുട്ടികൾ പെട്ടെന്ന് റെഡി ആവുന്നവരുണ്ടാവും, അവരുടെ സ്വഭാവ വൈകല്യങ്ങളിലൊക്കെ. ചില കുട്ടികൾ പതുക്കെ ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം അത്തരം കുട്ടികൾ വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അല്ലെ. ഇപ്പൊ ഒരു ഉമ്മയുടെ, ഇപ്പൊ എനിക്ക് തന്നെ 4 മക്കളാണ്. അവര് 4 പേരും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അഭിരുചികളുമാണ്. അപ്പൊ നമ്മള് ഇവിടുത്തെ കുട്ടീനെ അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ട് വേറൊരു പേരന്റ് കുട്ടിയുമായിട്ടാണ് നമ്മൾ അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികൾ വ്യത്യസ്തരാണെങ്കിൽ പിന്നെ പുറത്തുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അതൊക്കെ കുട്ടികളിൽ കൂടുതൽ വിദ്വേഷം, പകയൊക്കെ ഉളവാക്കുകയേ ചെയ്യുകയുള്ളൂ. എഡ്യൂക്കേഷൻ സ്കില്ല് വേണം നമുക്ക്, പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് ലൈഫ് എഡ്യൂക്കേഷൻ ആണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സോഷ്യലായിട്ട് ഇടപഴകി അതിൽ മുന്നേറുവാനൊക്കെ അവർക്കൊരു കഴിവും പ്രാപ്തിയും നമ്മളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കിയാണ് ഈ ബാല്യത്തിൽ അവർ മനസ്സിലാക്കി വളരേണ്ടത്.
രക്ഷിതാക്കൾ വിചാരിക്കുന്ന പോലെ ഒരു കുട്ടിക്ക് പെരുമാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി പേരന്റ് തന്നെയാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെയാണ് ഈ ഒരു അവസ്ഥയിൽ കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുന്നതും. പല വീടുകളിലും കുട്ടികളുടെ പ്രശ്നങ്ങള് അങ്ങ് പർവ്വതീകരിച്ചില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ പ്രശ്നത്തിന്റെ മേലെ കയറിയിരിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ഇത്തരം ടോക്സിക് ആയിട്ടുള്ള നേച്ചറൽ പേരൻസ് ഉണ്ട്. അതുപോലെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള പിന്നെ പേരൻസ് ഒക്കെ ഉണ്ട്. ഇതില് ആണും പെണ്ണൊക്കെ പെടും. മാതാവും പിതാവൊക്കെ ഇങ്ങനെ ഒരവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ അവരുടെ കയ്യിൽ പല പേരന്റിങ് ഫിലോസഫി ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അവരുടെ പേരൻസിൽ നിന്നും കോപ്പി ചെയ്ത് അവര് അവിടുന്ന് എന്തൊക്കെയാണ് അനുഭവിച്ചത്, അവരൊരു പക്ഷെ തല്ലിയും പേടിപ്പിച്ചും ഒച്ച വെച്ചും ബഹളം വെച്ചൊക്കെ ആയിരിക്കാം അവര് വളർത്തിയത്. അത് അതേപടി ഈ വരുന്ന തലമുറയിൽ അപ്ലൈ ചെയ്തിട്ട് ആ കുട്ടികളെയും ഈ ഒരു രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കൂടുതൽ കുട്ടികളുടെ ജീവിതത്തിൽ അത് പ്രയാസപ്പെടുത്തുകയേ ചെയ്യുകയുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളെ രാവിലെയൊക്കെ വിളിച്ചുണർത്തുമ്പോൾ നമ്മളൊന്ന് പതുക്കെ അവരെ തൊട്ടും തലോടിയൊക്കെ വിളിച്ചുണർത്തണം. അതിന് ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യം കിച്ചണിൽ നിന്നൊക്കെ നമ്മൾ പോവേണ്ടി വരും മക്കളെ വിളിച്ച് തലോടി ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്. ഒരു നേരം മതി ഒന്ന് ആക്രോശിച്ച് ഒച്ചയിട്ട് 2 തല്ലൊക്കെ തല്ലിയിട്ട് ആ ബെഡിൽ നിന്ന് എണീപ്പിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ ആ കുട്ടി എഴുന്നേൽക്കുന്നത് തന്നെ ഈ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടാണ്. ഈ കുട്ടിയുടെ ഈ കോൺഷ്യസ് മൈൻഡ്, അതായത് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഭയം കയറിക്കൂടിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കുട്ടികൾക്ക് അമിതമായിട്ടുള്ള പിന്നെ പേടിയൊക്കെ കയറിക്കൂടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ധൈര്യമൊന്നും ഇല്ലാതെ ഉൾവലിഞ്ഞു പോകുന്ന കുട്ടികളായി മാറും. ഈ 10 വയസ്സ് ന്റെ മുന്നേ അടിക്കാൻ ഇസ്ലാമിൽ എവിടെയെങ്കിലും ഒരു അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല, അല്ലെ? നമ്മുടെ വളരെ ഗൗരവമേറിയ നിസ്കാരത്തെ പോലും എന്താ പറഞ്ഞ 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ല എങ്കിൽ ഒരു ചെറിയൊരു ശിക്ഷ കൊടുക്കാനാണ്, അല്ലെ? ശിക്ഷിക്കുന്നതിന് പകരം ശിക്ഷണം നൽകാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മാതൃക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മക്കളെയും പേരമക്കളെയും അതുപോലെ ഒരുപാട് മക്കളെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അവിടെ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ 10 വയസ്സിന്റെ മുമ്പ് തല്ലിയതായിട്ടുള്ള ഒരു ദുർബലമായിട്ടുള്ള ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ, അനസ് റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനെ, ഇവരെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അനസ് റളിയല്ലാഹു അൻഹു ഒക്കെ നബിയുടെ കൂടെ 10 വർഷത്തോളം പിന്നെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഹദീസിലും ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ മക്കളോട് നമ്മൾ നിസ്കാരം ശീലിപ്പിക്കാൻ പറയാറുണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ പലരും, നമുക്കതൊരു വളരെ പ്രയാസമാണ്. അവർ വുളു എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ നനയും, നമ്മുടെ മുസല്ലയിലൊക്കെ പല പ്രശ്നങ്ങളും, പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ പിറകെ കളിക്കാനും നമ്മുടെ തോളിൽ കയറാനും അറിയാനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊന്ന് ഫ്രീ ആവാനും, അതുപോലെ നമ്മൾ തന്നെ നിസ്കരിക്കുന്നത് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലായിരിക്കും, ഓടിപ്പാഞ്ഞ് ആ ധൃതിയിൽ അവരൊന്നും കൂട്ടൂല. പക്ഷെ ഇവിടെയൊക്കെ നമ്മള് ഒരു വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ ചെറുപ്പം മുതലേ കുട്ടികളിൽ കൊണ്ടുവന്നാൽ, പള്ളിയിൽ പോകുമ്പോൾ കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോവുക, അവർക്കൊരു ചെറിയ നിസ്കാര കുപ്പായൊക്കെ ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്ത് അവരിങ്ങനെ കൂടെ നിർബന്ധിക്കാതെ, ഇമ്പോസ് ചെയ്യാതെ ഇൻസ്പയറിങ്ങിലൂടെ ഇങ്ങനെ വിളിക്കുക, വാ നിസ്കരിക്കാൻ പോര്, കൂടെ നിസ്കരിച്ചോ എന്നൊക്കെ പറയും. ചിലപ്പോൾ അവർ നിസ്കരിക്കുകയും ചെയ്യും, ചിലപ്പോൾ അവിടെ കളിക്കൂ, പലതും ചെയ്യും. അവിടെ നമ്മൾ അവരെ കൂടെ കൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും കൂടെ കൂട്ടാതെ ഒരു സുപ്രഭാതത്തിൽ 10 വയസ്സായിട്ട് നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കാരത്തിന് കൂട്ടാക്കാത്ത മക്കളെ അടിയും ബഹളവും കോലാഹലം ഒന്നും വെച്ചിട്ട് ഒരു കാര്യമല്ല. പിന്നെ ഈ കുട്ടികളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കും. നിസ്കാരമില്ല, 5 നിസ്കാരം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഞാനൊന്ന് ചോദിക്കണ്ടേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലെ? റബ്ബി ജിഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, അല്ലെ? എന്നെയും എന്റെ പിന്നെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവര് കൂട്ടത്തിലാക്കിയണമേ. നമ്മൾ ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ആ ഒരു ശീലം നമ്മുടെ മക്കൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊക്കെ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കുക. ഇവിടെയൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കേണ്ടത്. ക്വാളിറ്റി ടൈം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും ഞാൻ വീട്ടിൽ ഫ്രീ ആണല്ലോ, അവൾ അവിടെ കളിക്കാണ്, മറ്റുള്ള അവിടെ ഇരിക്കുകയാണ്, അങ്ങനെയല്ല. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ആ വീട്ടിൽ എല്ലാവരും ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് എല്ലാവരോടും ഇന്ന് ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അവരുടെ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളും ചിലപ്പോൾ അവിടുത്തെ പോരായ്മകളായിരിക്കാം, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗത്തുനിന്ന് വരുന്ന തമാശകളോ ഗൗരവത്തിലുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു വേദിയാക്കി നമ്മുടെ വീട്ടിലൊരു അരമണിക്കൂർ അങ്ങനെ ഒരു സമയം നമ്മൾ എല്ലാവരും കണ്ടെത്തണം.
പിന്നെ ഈ ബാല്യത്തിൽ കൊണ്ടുവരേണ്ട ഒന്നാണ് ചൈൽഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും വലിയൊരു ആശങ്കയിലാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നിടത്താണ് ഡിസിപ്ലിൻ കുട്ടികളിൽ നമുക്ക് സൃഷ്ടിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത് പലരും വിചാരിച്ചിരുന്നു കുറെ അടിച്ച് പിന്നെ തൊഴിച്ച് പിന്നെ ഒച്ചയ്ക്ക് വെച്ചിട്ടാണ് ഈ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. അത് നല്ലൊരു ഗൈഡൻസ് അല്ല. നല്ലൊരു ഗൈഡൻസ് പ്രോസസ് ചെയ്യുമ്പോഴാണ് പേരൻസിൽ തന്നെ ആ ഒരു നല്ലൊരു നിലയിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കും. പല രക്ഷിതാക്കളും വിചാരിച്ചിരിക്കുന്നത് ഇത് സ്കൂളിൽ പോയിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണെന്ന്. മറിച്ച് ഇത് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. സ്കൂളിൽ അതിനുള്ള സ്വാധീനം ഇല്ല എന്നല്ല പറയുന്നത്, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ആദ്യം ഇത് തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കണം. ചില ടീച്ചേഴ്സ് തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓരോ കുട്ടിയും വരുന്ന ആ ഒരു പ്രകൃതവും അവർ നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കും അവരുടെ വീടിന്റെ മഹത്വവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അപ്പൊ വീട്ടിൽ നിന്നാണ് നമ്മൾ ഡിസിപ്ലിൻ മാനേഴ്സ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അവരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും എന്ത് എങ്ങനെ എന്നുള്ള ഒരു ഡിസിപ്ലിൻ സ്ട്രക്ചർ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. വീട്ടിൽ ഇതിൽ എത്രത്തോളം ഇതിന്റെ ഒരു പ്രയോറിറ്റി നമ്മൾ കൊണ്ടുവരുന്നോ അത്രത്തോളം നമ്മുടെ കുട്ടികളിലെ ആ ഡിസിപ്ലിൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം അത് വലിയൊരു പ്രയാസമാണ്. രക്ഷിതാക്കളും വലിയൊരു ആശങ്കയിലാണ്. ടീച്ചേഴ്സിനാണെങ്കിൽ ക്ലാസ്സിൽ ചെന്ന അതിന്റെ ഒരു പ്രയാസം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നേരിടാൻ സാധിക്കും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരു കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റി കൊടുക്കുക, കുട്ടികൾ കൂടെ നമ്മൾ ഇറങ്ങി ചെന്ന് അവർ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടാവും. ആ കഴിവുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുത്ത് ചിലപ്പോൾ കത്രികയോ പെന്നോ നൂലോ സൂചിക്കായിരിക്കാം പലതരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികൾ നമുക്ക് ചിത്രം വരാം. അത്തരം വേദികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സ്ക്രീൻ തീരെ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പിന്നെ അതിന് നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈം നിശ്ചയിച്ചാൽ ആ ടൈമിന് തന്നെ നമ്മൾ വാങ്ങിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അവരത് മുതലെടുക്കുന്ന ഒരു സ്ഥിതിയാവും. നമ്മളെ ഒരു വാക്കിനൊരു വാല്യൂ ഉണ്ടാവൂല. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഒരു കൊറിയൻ രീതിയാണ് അധിക കുട്ടികളും നമ്മുടെ മൊബൈലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു കൊച്ചു രാജ്യമായ അവിടുത്തെ വേഷം, ഭക്ഷണം, സംസ്കാരം, അവിടുത്തെ പാട്ട്, കല എന്നിവയിലൊക്കെ ഭയങ്കര സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. ഇതൊക്കെ ഈ പിയർ പ്രഷർ കാരണമാണ് കൂട്ടുകാരൊക്കെ ഇതിൽ അകപ്പെട്ടു പോകുന്നത്. ഇനി അതിൽ അകപ്പെടാത്ത കുട്ടികളോ ഇവർ കളിയാക്കൽ മുഖേന അവരും അതിൽ അകപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മൾക്കിടയിൽ കാണുന്നുണ്ട്. അത്തരം ആത്മഹത്യകളൊക്കെ നമ്മൾ ഈ അടുത്ത് നമുക്ക് വളരെ ദയനീയമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ രക്ഷിതാക്കൾ നന്നായിട്ട് ജാഗ്രത പാലിക്കണം. പിന്നെ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് സോഷ്യൽ ആയിട്ടുള്ള സ്കില്ല്. മറ്റുള്ളവരോട് ഇടപഴകാനും പെരുമാറാനൊക്കെ അവരെ നന്നായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവർക്ക് അതിന്റെ മൂല്യങ്ങളും ബോധങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ പിന്നെ ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറയാറുണ്ട്. പലരും ഈ ഒരു ഹദീസിനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം, അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ശരിക്കും മക്കളുടെ മുകളിൽ ഒരു ഉമ്മ, ഒരു മാതാവ് സ്വർഗമായി നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന എല്ലാവരുടെയും കാലിന്റെ ഇടയിൽ സ്വർഗമുണ്ട് എന്നല്ല. മക്കൾക്ക് ജന്നത്തു തഹ്ത മിൻ അഖ്ദാമി ഉമ്മഹാത്തിക്കുലെ, നിങ്ങളുടെ മാതാവിന്റെ കാലിന് ചുവട്ടിലാണ് സ്വർഗം എന്ന് നമ്മൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ വെളിച്ചമായി മാറുക. എത്രത്തോളം നമുക്ക് അവരിലെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് ഏറ്റെടുത്ത് അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ അവരിലേക്ക് ഇറങ്ങി ചെന്നുകാണ്ട് നമ്മൾ അവരെ കെയർ ചെയ്യാം. പേരൻസിന്റെ ഇമോഷണൽ മെന്റൽ ഹെൽത്ത്, കുട്ടിയുടെ ഇമോഷണൽ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുട്ടി ഇമോഷണലി വൈകാരികമായിട്ട് നമ്മുടെ വീട്ടിൽ സുരക്ഷിതരാണോ അതോ അല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോടെ തന്നെ ചോദിച്ചു നോക്കുക. അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ ഒരു പേരൻസ് എന്ന നിലയ്ക്ക് എന്തൊക്കെ എനിക്കതിൽ മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. കുട്ടിയെ നേരെയാക്കുന്നതിനേക്കാൾ നമ്മളിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് ആ കുട്ടിയിൽ പതിയെ പതിയെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അതിൽ നല്ലൊരു
ഡെവലപ്മെന്റ് സ്വീകരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ബാല്യകാലത്തിലെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണം, ഉപാധികളില്ലാതെ സ്നേഹിക്കാം. അവർക്ക് നമ്മുടെ സ്നേഹം അങ്ങനെ തിരിച്ചറിയൊന്നുമില്ല. അവർക്ക് നമ്മൾ കെട്ടിപ്പിടിച്ചും വെച്ചും അവരൊന്ന് സ്നേഹിച്ചും തലോടിയും അവർ കൂടെ ഒന്ന് കളിച്ചും ഒക്കെ നടക്കുമ്പോഴാണ് അവർക്ക് അവരുടെ സ്നേഹം മനസ്സിലാവുകയുള്ളൂ. അപ്പൊ കുട്ടിയിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ളതാണ് ഒരു പിന്നെ പൂരപ്പറമ്പിലേക്ക് ഒരു ചെറിയ കുട്ടിയുമായിട്ട് ഒരു അച്ഛൻ കടന്നു ചെന്നു. അച്ഛൻ കടന്നു ചെന്ന് അച്ഛനെ വിചാരിച്ചു കുട്ടി ഇവിടുത്തെ പിന്നെ അവിടെ ബലൂണുകളും സൈക്കിളും അതിന്റെ എല്ലാ ആവേശങ്ങളും അതിന് ചുറ്റുമുണ്ട്, അതൊക്കെ കണ്ട് രസിക്കല്ലേ എന്ന് ഓർത്തു. പക്ഷെ കുട്ടി ഭയങ്കര കരച്ചിലാണ്. ഈ അച്ഛൻ ഇങ്ങനെ കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കണം എന്തിനാ കരയും, കുട്ടിയൊന്നും മിണ്ടില്ല. കരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നപ്പോ ഈ അച്ഛന് മുട്ടുകുത്തി കുട്ടീന്റെ അതേപോലെ കുട്ടീന്റെ അതേ ഒരു ലെവലിൽ നിന്നപ്പോഴാണ് അച്ഛന് മനസ്സിലായത് ഈ കുട്ടിക്ക് കുറെ കാലുകൾ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെ? ആ ഒരു ഉത്സവപ്പറമ്പിൽ വെറും കാലുകൾ മാത്രമേ ഈ കുട്ടി കാണുന്നത്. അപ്പം കുട്ടികളിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളൊക്കെ വളരെ നിസ്സഹായരാണ്, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലേക്ക് കുട്ടികൾ. അവരുടെ ഉമ്മമാരൊക്കെ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അവർ വന്നിങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും. നമ്മുടെ ഒരു അറ്റൻഷനെ ആണ് അവര് സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നിച്ചൊന്ന് തലോടി ചോദിക്കും, അവര് തലേന്ന് വീണിട്ടുണ്ടാവും, ചെറിയൊരു മുറിവായിരിക്കും, അതൊന്ന് തലോടിയോ തൊട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് തീരുന്നു. പിന്നെ അവർ നന്നായിട്ട് അറ്റൻഷൻ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ നിഷ്കളങ്കരാണ് നമ്മുടെ മക്കള്. അപ്പം നമ്മള് ജോലിക്ക് പോകുന്ന പേരൻസ് ഒക്കെ ഉണ്ടാവും, അവിടേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കഴിയണതും മക്കളെ കൂടെ കൂടെ നിന്നിട്ട് അവർക്ക് നല്ലത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പിന്നെ പരിശ്രമിക്കണം. ലോകത്തിലെല്ലാം നേടിയിട്ട് മക്കളെ നേടാൻ ഇരുന്നാൽ അത് വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാവാം. ഈ പുണ്യ റമദാൻ നമ്മോട് വിട പറയുകയാണ്. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടും നമ്മുടെ മനസ്സും ശരീരവും ഇവിടുന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ അതിന്റെ പച്ചപ്പ് നിറഞ്ഞതായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. നല്ലൊരു പിന്നെ ഭാവി മക്കൾക്കുണ്ടാവട്ടെ. നമ്മൾ എപ്പോഴും സദാസമയം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കൺകുളിർമയുള്ള മക്കളായി തീരുവാൻ വേണ്ടി നാഥൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ നന്നായിട്ട് ചെയ്തു, മാഷാഅല്ലാ. പിന്നെ ഇതില് നല്ല അവതരണം, അതുപോലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു പാരന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്തിട്ട് തന്നെ അത് പറഞ്ഞു തരികയുണ്ടായി. തീർച്ചയായിട്ടും ടാങ്കിലുള്ളതേ ടാപ്പിൽ വരൂ എന്ന് പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് ക്ലാസ് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. നമ്മളിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ മക്കളിലും പ്രതിഫലിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായാൽ നമ്മുടെ മക്കളും നന്നാകും എന്നുള്ള ആ ഒരു മെത്തേഡിലേക്ക് എല്ലാവരും എത്തണം എന്നൊരു സന്ദേശം കൂടെയാണ് ഈ ഒരു ക്ലാസ് നൽകുന്നത്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്, ടീച്ചർ നന്നായിട്ട് അവതരിപ്പിച്ചു, മാഷാഅല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ മറ്റു പല സമയങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കൂടിയിരിക്കാം. ദീനിനെക്കുറിച്ചും അതുപോലെ ദുനിയാവിൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അത് മാറാനും ടെൻഷനുകൾ നീക്കാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്ന അതിയായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പലപ്പോഴും ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാറുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ചെറിയ സഹായം എന്ന രൂപത്തിൽ ഒരു പദ്ധതി നമ്മൾ ഇൻഷാല്ലാ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. ഇന്ന് എല്ലാവർക്കും നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഈ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ, അതിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് പ്രസന്റ് ചെയ്ത ആളുകൾ, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നന്നാക്കാൻ വേണ്ടി തജ്വീദിൽ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്ന ഷാഫി സാറ്, അതുപോലെ എല്ലാ ഓരോരുത്തരെയും പ്രത്യേകം എടുത്തു പറയാണ്. അതുപോലെ നമ്മുടെ ഭാഷണ, ഇതിനൊക്കെ കാരണമായത് നമ്മുടെ ഭാഷണയാണ്. ഭാഷണയുടെ നമ്മുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന നജാദ് സാറ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഇതിൽ വരണമെന്ന് പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ എത്താൻ കഴിഞ്ഞിട്ടില്ല, കോളേജും തിരക്കുകളും ആയതുകൊണ്ടാണ്. ഏതായാലും അതുപോലെ തന്നെ ഈ ഭാഷണയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ISMന്റെ കരുത്തുറ്റ പ്രതിനിധികൾ,
എല്ലാവരെയും ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ ആ ഒരു പാർട്ടിസിപ്പേഷൻ, എന്ത് കാര്യമാണോ അവർ ചെയ്തിട്ടുള്ളത് അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതിൽ ക്ലാസ് എടുത്തവർക്കും ക്ലാസ് കേട്ടവർക്കും ഇതിനോട് കൂടെ നിന്നവർക്കുമൊക്കെ പടച്ച തമ്പുരാൻ ഈ റമദാൻ മാസത്തിൽ ചെയ്ത ഒരു പുണ്യകർമ്മമാക്കി അതിനെ സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആന്റെ പാരായണം, അതിന്റെ ട്രാക്കിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. പലരും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും. പല തിരക്കുകൾ കാരണം, പല പ്രശ്നങ്ങൾ കാരണം അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നമ്മൾ എത്ര ചെയ്തോ ആ ചെയ്തത് കൃത്യമായിട്ട് ചെയ്തതിന്റെ പ്രതിഫലം പടച്ച തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ കർമ്മമാക്കി പരിശുദ്ധ റമദാനിലെ ഒരു നല്ല പ്രവൃത്തിയാക്കി നീ ഇത് ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.